കുപ്പിവള കിലങ്ങണല്ലോ കൽത്തളകൾ കിലങ്ങട്ടെ. അപ്പം ഞാൻ കുപ്പികളൊക്കെ കിറുക്കിയിട്ട് എവിടേക്കാണ് പോകണമെന്നാവും നിങ്ങൾ ചിന്തിക്കേണ്ടാവും. വേറെ എവിടേക്കും അല്ല, ഇന്ന് ശനിയാഴ്ച, ഇന്ന് ഞങ്ങളുടെ ഓണാഘോഷമാണ് കേട്ടോ. അതിനാൾ അസോസിയേഷനിൽ അപ്പം നമ്മുടെ പണിയായുധങ്ങളുമായിട്ട് ഞാൻ പണിക്ക് കയറാൻ പോവുകയാണ്. അപ്പോഴത്തെ മെയിൻ പണിയായുധം എടുത്ത് പൊട്ടിയടിക്കാനുള്ളത്. അത് കഴിഞ്ഞ് എല്ലാവരുടെയും മെയിൻ ഐറ്റം, ഫേവറേറ്റ് ഐറ്റം എടുത്തു. അതുകൂടാതെ നമ്മുടെ ടാൽക്കം പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ടാൽക്കം പൗഡർ എടുത്തു. എല്ലാം കഴിഞ്ഞു. നമ്മുടെ നൈറ്റിംഗേൽസിൻ്റെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലും ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഉണ്ടാകുന്ന ഒരു സാധനമാണത് കേട്ടോ. അത് കഴിഞ്ഞതേ എല്ലാം കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. മേക്കപ്പ് ഇതിന് ശേഷമുള്ള ഒരു ലുക്കാണിത്. അങ്ങനെ കണ്ണാടി എടുത്ത് നോക്കിയപ്പോഴാണ് മേക്കപ്പ് കുറച്ചോ കൂടിപ്പോയോ ചേട്ടാ എന്നുള്ള അവസ്ഥ വന്നത്. ഉടനെ തന്നെ ഞാൻ വേഗം നമ്മളുടെ പഫ് എടുത്തിട്ട് ഇതാക്കി കൊടുത്തിട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴാണ് നോക്കിയപ്പോഴാണ് അയ്യോ എൻ്റെ ഇത് തൊട്ടില്ലല്ലോ എന്ന് തോന്നൽ വന്നത്. എന്ത് തൊട്ടില്ലല്ലോ എന്ന്, നമ്മുടെ സിന്ദൂരം തൊട്ടില്ലല്ലോ എന്ന് ചൊന്ത വന്നത്. ഉടനെ തന്നെ സിന്ദൂരം തൊട്ടു. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞോളൂ. മലയാളി മങ്കിയായിട്ട് കൊള്ളാവോ, ഐശ്വര്യം ഉണ്ടോ, എന്താണ് ഭംഗി, എന്താണ് ലുക്ക് എന്ന് പറഞ്ഞോളൂ കേട്ടോ. അത് കഴിഞ്ഞ് എന്തെങ്കിലും സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ പോകുന്നത് വേറെ എവിടേക്കല്ല, അസോസിയേഷൻ ഓണ സെലിബ്രേഷനാണ്. ഞങ്ങളുടെ തിരുവാതിരക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് കഴിഞ്ഞ് അസോസിയേഷനിൽ ചെന്നപ്പോൾ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. കഴിഞ്ഞ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഒരു 12 മണിയോടുകൂടി പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 11:30 എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് സ്ഥലം പിടിച്ചു. കാരണം ഫസ്റ്റ് ഇരുന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ കുറേ പേരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും പോയില്ല. ഞങ്ങളിവിടെ പരിപാടി കാണാൻ വേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് ജഡ്ജസൊക്കെ വന്ന് പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ടാക്കി. അത് കഴിഞ്ഞ് ഓരോരുത്തർ ആശംസയും കാര്യങ്ങളൊക്കെ പറയലുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ ക്ലർക്കുമാരുടെ മക്കൾ LLB പഠിച്ച് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ അനുമോദിക്കലുണ്ടായിരുന്നു. അതേപോലെ SLC +2 കുട്ടികളെ ആദരിക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു നേരമായി. അവർക്കുള്ള അവർക്കുള്ള അനുമോദനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരമായി. പിന്നെ ജഡ്ജസ് വരാനും കുറച്ച് നേരം എടുത്തു. കാരണം അവർക്ക് ഇന്നാണ് ഓണാഘോഷം. അത് കാരണം അവരും കുറച്ച് നേരം എടുത്ത കാരണമാണ് കുറച്ച് ഡിലേ വന്നു ഞങ്ങളുടെ പരിപാടി. അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ സന്തോഷേട്ടൻ്റെ മോനാണ്. അവിടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. LLB കഴിഞ്ഞപ്പോൾ ഇവിടെ അയ്യന്നൂർ കോടതിയിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ ഞങ്ങളുടെ പ്രസിഡൻ്റ് മോള് അഞ്ജന പ്രദീപ്, ആ കുട്ടിയും അതേ ഇവിടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ ബ്രസീൽ ഫുട്ബോൾ മത്സരം നടത്തിയായിരുന്നു. അതിൻ്റെ കപ്പും ഇന്ന് കൊടുത്തു. അതിനുശേഷമാണ് ഞങ്ങൾ തിരുവാതിരക്കളി സ്റ്റാർട്ട് ചെയ്തിട്ടോ. 2 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കട്ടോ ഈ പരിപാടിയിൽ. ഞാനാകെ 2 ദിവസമാണ് ഞാൻ ഈ കളി ശരിക്കും പഠിച്ചെടുത്തത്. വേറെ ഒറ്റ ദിവസം എനിക്ക് പോകാൻ ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം കൊണ്ട് പഠിച്ചെടുത്തൊരു തിരുവാതിരക്കളിയാണ്. ഉടായിപ്പ് തിരുവാതിരക്കളി എന്ന് പറയാം. ബാക്കിയുള്ളവർക്ക് നല്ല കളിക്കാരാണ്. ഞാൻ മോശമായെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായി ഉണ്ടായിരുന്നു, നല്ല കളിയായിരുന്നു, ഒരു വട്ടം കൂടി കളിക്കണമെന്ന്. പക്ഷേ എനിക്ക് കളിക്കാൻ പറ്റിയില്ല. പരിപാടി കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വേഗം ഭക്ഷണം കഴിച്ച് വേഗം സ്ഥലം വിട്ടു. കാരണം ഇന്നാണ് ഞങ്ങളുടെ ഡിവിഷൻ്റെ ഓണാഘോഷം. അത് കാരണം വേറെ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം സ്ഥലം വിട്ടു. അപ്പോൾ കളിയൊക്കെ ഇവിടെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. നല്ല രസമായിട്ട് തന്നെ വീഡിയോ കണ്ടപ്പോഴാണ് തോന്നിയത്. നല്ല രസമായിട്ട് തന്നെ കളിച്ചു. എല്ലാവരും നല്ല ഭംഗിയിൽ തന്നെ കളിച്ചു. തെറ്റിക്കാണ്ടൊക്കെ ഞങ്ങൾ തെറ്റിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കയറിയത്. കാരണം അതിന് മുമ്പ് വരെ തെറ്റിച്ചിട്ടുള്ള ചരിത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇത് കൂടാതെ ഇവരുടെ സിനിമാറ്റിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടായിരുന്നില്ല, ബാക്കി ഈ ചേച്ചിമാരുടെ സിനിമാറ്റിക് ഡാൻസും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോനെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് കുറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളോ, വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെ എൻ്റെ സാരി എക്സ്ട്രാ ലെങ്ത് ആയ കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഭയങ്കര നീളം കൂടുതലാണ്. അത് എങ്ങോട്ട് വലിച്ചിട്ടും ശരിയാവുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ആകുമ്പോഴേക്കും ആ സാരിയുടെ നീളം ഒന്ന് വെട്ടി കുറയ്ക്കണം എനിക്ക്. കഴിഞ്ഞതേ പരിപാടിയൊക്കെ നല്ല രീതിയിൽ ഞങ്ങളുടെ തിരുവാതിരക്കളിയോട് കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരുവാതിരക്കളി കഴിഞ്ഞോട് കൂടി ഞാൻ വേഗം ഓടിപ്പോയി. വേറെ ഒന്നിനുള്ള ഭക്ഷണത്തിന് ആയിരുന്നു. കാരണം 2 മണിയൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോൾ. അപ്പോൾ കുറച്ച് നേരം എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ നടന്നില്ല. അതാണ് ഉണ്ടായ കാര്യം. ഇപ്പോൾ ആകെ ഹറിബറിയായിട്ടാണ് ഓടി പെടഞ്ഞിട്ടാണ് പോയത്. കാരണം ഡിവിഷൻ്റെ ഓണാഘോഷം ഉണ്ടായിരുന്നു. നടന്ന് പരിപാടി പിടിക്കുക എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ. എനിക്ക് ഭക്ഷണം കഴിച്ച് വേഗം തന്നെ പോകേണ്ട അവസ്ഥയായിരുന്നു. അത് കാരണം ഞാൻ അധികം പരിപാടികളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും തിരുവാതിരക്കളിയും പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പരിപാടി അവസാനിപ്പിച്ചപ്പോൾ ഏകദേശം ഒരു 4 മണി 5 മണി ആയുണ്ട് എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ വീഡിയോസൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി അത്രയും നന്നായിട്ടാണ് എല്ലാവരും പരിപാടി അവതരിപ്പിച്ചിരുന്നത്. അതുപോലെ ഓരോ ചേട്ടൻ്റെ ചേച്ചിൻ്റെ ഡ്യൂവറ്റ് പാട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ടീച്ചറുടെ
ക്ലാസിക്കൽ നൃത്തം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ തിരുവാതിര കളിച്ച ടീമിൻ്റെ അടുത്ത സിനിമാറ്റിക് പെർഫോമൻസ് ആയിരുന്നു ഇത് കേട്ടോ. അവർ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് കളിച്ചു. കാരണം ഇന്നലെ വരെ അവർ ഇങ്ങനെ എന്താ പറയുക, അവരെ കളി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും അവരെ കളി ഞാൻ മിസ് ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമമായി. ശരിക്കും അടുത്ത കൊല്ലം തൊട്ട് എന്നെ വിളിക്കാനും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും നന്നായിട്ടാണ് ചേച്ചിമാർ കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണ്, പക്ഷേ കമൻറ്റ് ചെയ്യാൻ പറയണം എന്നുള്ളത് എൻ്റെ ഒരു മര്യാദ. അത് കഴിഞ്ഞതേ ചേട്ടന്മാരും നന്നായി എൻജോയ് ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ചേച്ചിമാർ കണ്ണടയൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. പണ്ടത്തെ 19 കിഡ്സിൻ്റെ പാർട്സാണ് കളിച്ചിരുന്നത് കേട്ടോ. അതുപോലെ ഈ ചേട്ടൻ്റെ പാട്ടുണ്ടായിരുന്നു. അതേപോലെ ഓരോരുത്തരും എൻജോയ് ചെയ്യുന്നുണ്ട്. പാടുന്നതിനൊപ്പം തന്നെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ ക്ലൗഡായിരുന്നു ഏരിയയിൽ. അത് കഴിഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ ഡാൻസും പാട്ടും ഒക്കെ എൻജോയ് ചെയ്ത് എല്ലാവരും ചെറിയൊരു കുട്ടികളിലേക്ക് മാറിപ്പോയി. കാരണം ഈ ഒരു അവസരം നമുക്ക് ഓണാഘോഷം എന്ന് പറയുമ്പോൾ ഒത്തൊരുമയുടെ ആഘോഷമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.